ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഷാനവാസും നെവിനും തമ്മിൽ നല്ല ഒന്നാന്തരം അടി ഇപ്പോൾ നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭക്ഷണം തന്നെയാണ്. കഴിഞ്ഞ ദിവസം കാര്യമായി തിരക്കുകളൊന്നുമില്ലാതിരുന്നിട്ടും 2 നേരം മാത്രമാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. വൈകിട്ട് 6:30 ലഞ്ച് കഴിച്ചപ്പോൾ അതിന്റെ രോഷം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തരും. അത് വേണമെങ്കിൽ നിങ്ങൾ തിന്നാൽ മതി, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണം ഇറങ്ങിപ്പോകാം എന്നുള്ള നിലപാടാണ് കിച്ചൺ ക്യാപ്റ്റന്മാരായ ആര്യനും അക്ബറും നെവിനും കൈക്കൊണ്ടിരിക്കുന്നത്. അത് തുറന്നു പറയുന്നതിൽ ഭയങ്കര സന്തോഷവുമാകട്ടോ. വേണമെങ്കിൽ കഴിച്ചാൽ മതി, പോയി പണി വല്ലതും നോക്ക്, ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് തിന്നണമെന്ന്. ചിലപ്പോൾ ഒരു ചുക്ക് ഞങ്ങൾ ഉണ്ടാക്കിയില്ലെന്നും ഇരിക്കും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ അതങ്ങ് ചെയ്യ്. ഷാനവാസ് പറയുന്നുണ്ട്, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ തുറന്നു പറയും, നിന്നെയൊക്കെ തുറന്നു കാട്ടുകയാണ്. ഈ വീട്ടിൽ മെഡിസിൻ കഴിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കണം. അങ്ങനെ ഭക്ഷണം ലഭിച്ചില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നിനക്ക് മനസ്സിലാവില്ല. അപ്പോൾ നെവിൻ, അങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നേരെ കൺഫെഷൻ റൂമിലേക്ക് പോയാൽ മതി, അല്ലാതെ അടുക്കളയിൽ കയറി ഭരിക്കാൻ വേണ്ടി വരണ്ട. കൺഫെഷൻ റൂമിൽ പോയി കാര്യം പറഞ്ഞാൽ ബിഗ് ബോസ് മരുന്ന് തരും. ഭക്ഷണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഗ്യാസ് കയറുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മാത്രമേ അതിനുള്ള പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ അടുക്കളയിൽ വന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടത്തില്ല. ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുള്ള സാധനം ഞങ്ങൾ ഉണ്ടാക്കി തരും. അത് വേണമെങ്കിൽ തിന്നേച്ച് എവിടെങ്കിലും മിണ്ടാതിരുന്നാൽ മതി. എന്തൊരു ധാർഷ്ട്യമാണ് ഇത്! എന്ന് വെച്ചാൽ ഞങ്ങളാണ് ഇവിടുത്തെ പരമാധികാരികൾ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങ് അംഗീകരിച്ചാൽ മാത്രം മതി, കൂടുതലൊന്നും ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട. പോയി വേറെ വല്ല പണിയും നോക്ക്. ഇതാണ് സംസാരം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മറ്റുള്ളവരൊക്കെ അടുക്കളയിൽ കയറുന്ന സമയത്ത് ഇവന്റെയൊക്കെ പെർഫോമൻസ്. അനുമോൾ അടുക്കളയിൽ കയറുന്ന സമയത്ത് കിച്ചൺ ഡ്യൂട്ടിക്ക് വേണ്ടി അനുമോളെ പിടിച്ചിട്ടതിന് ശേഷം അവിടെ എന്ത് പ്രശ്നമുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കി നടക്കുകയായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പോഴെന്താണ്? ഇതിനെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. ഇന്നത്തെ പ്രശ്നത്തിന്റെ കാരണം ആഹാര സാധനങ്ങൾ ധാരാളം അവിടെ ഉണ്ട്, പക്ഷേ ജോലി ചെയ്യാൻ മടിയാണ്. ചോറിന്റെ കൂടെ ഒറ്റ കറി മാത്രമേ ഉള്ളൂ. അതിനെതിരെയാണ് ഷാനവാസ് ശബ്ദമുയർത്തിയത്. അപ്പോൾ മുട്ടത്തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടുവരികയാണ്. ഷാനവാസ് പറയുന്നത്, ഇതുവരെയും ടാസ്ക് ഒന്നും വന്നിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാത്തത്? ചോറിന്റെ കൂട്ടത്തിൽ ഒറ്റ കറി മാത്രം. ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ, ആ സാധനം എടുത്തിട്ട് ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ. പക്ഷേ അത് ചെയ്യില്ല എന്നുള്ള ധാർഷ്ട്യം അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അപ്പോൾ നെവിൻ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. അതെ, ധാർഷ്ട്യം തന്നെയാണ്. തരില്ല, തിന്നണ്ട, സൗകര്യമില്ല. ഈ സമയത്ത് ഈ വഴക്കെല്ലാം കണ്ടുകൊണ്ട് കിച്ചൺ ഡ്യൂട്ടിക്കാരനായ അക്ബർ പതിവ് പോലെ ബീൻ ബാഗിൽ വിശ്രമിക്കുകയാണ്. അയാൾ പണിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, അക്ബർ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, നിനക്ക് കയറി എന്തെങ്കിലും ചെയ്യരുതോ? അപ്പോൾ അക്ബറിന്റെ മറുപടി, കിച്ചൺ ക്യാപ്റ്റൻ നെവിനാണ്. നെവിന്റെ അനുവാദമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇതൊക്കെ! നെറികേടിന്റെയും ഇരട്ടത്താപ്പിന്റെയും കള്ളത്തരത്തിന്റെയും ഉസ്താദുക്കളാണ് ഈ 3 ആൾക്കാരുമെന്ന് അവർ തന്നെ തുറന്നു കാണിക്കുകയാണ്. ഇതൊരു നിസ്സാര പ്രശ്നമല്ല. ഭക്ഷണകാര്യം അത് ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അത് അക്ബറിനോട് ചോദിക്കുമ്പോൾ നെറികെട്ട വർത്തമാനമാണ് പറയുന്നത്. അക്ബർ ആരാണ്? അക്ബർ കിച്ചൺ ടീമിലെ ഒരാളാണ്. അപ്പോൾ തന്നെ ഹൗസ് ക്യാപ്റ്റൻ കൂടിയാണ്. അയാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. ഇത് ശരിയാവില്ല. ഭക്ഷണത്തിന്റെ കൂടെ 2 കറിയെങ്കിലും മിനിമം വേണം എന്ന് അക്ബർ പറഞ്ഞാൽ അത് പറയാൻ താൻ ആരാ, താൻ ഇറങ്ങിപ്പോ എന്ന് നെവിൻ പറയില്ലല്ലോ. അപ്പോൾ ഇതൊരു തരം കളിയാണ്. കളി എന്നുള്ളതിനേക്കാൾ ഉപരിയായി അടുക്കളയിലെ ജോലി അത് പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഞങ്ങൾ ചെയ്യുമെന്നൊക്കെ വാചകടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറിയതാണ്. തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് നിസ്സാരമായൊരു പരിപാടിയല്ല, ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ 10-21 പേർക്കൊക്കെ ഒരാഴ്ച കുത്തിയിരിക്കാൻ സമയം കണ്ടെത്താൻ പറ്റാതെ അനുമോളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവരെ സമ്മതിക്കുകയല്ലേ വേണ്ടത്? 9 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ 9 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ ഭക്ഷണ സാമഗ്രികളും അവിടെ ഇരിപ്പുണ്ട്, സമയവും അവരുടെ മുൻപിലുണ്ട്. പക്ഷെ അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അത് തുറന്നു കാട്ടപ്പെടേണ്ട കാര്യം തന്നെയാണ്. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ മാറിക്കൊടുക്ക്. അനുമോൾ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്ലേറ്റുമായിട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ശീലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്ലേറ്റിൽ കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞേച്ച് പിൻപിൽ നിന്ന് കുത്തി മാത്രം ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പ്രാരാബ്ദം വന്നപ്പോൾ അവർക്ക് പിടികിട്ടി അതിന്റെ പിൻപിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവിടെ ഇവിടെയും മാറിയിരിക്കുകയാണ്. അടുക്കളയിൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അനുമോൾ അവിടെ സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുകയാണ്, ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി തന്നില്ലേ, ഞാൻ ഉണ്ടാക്കിയ ദോശ വെട്ടി വിഴുങ്ങി തിന്നിട്ടല്ലേ നീ ഈ കാര്യം പറയാൻ വന്നിരിക്കുന്നത്, നീ പോ. ഇയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇയാളുടെ സ്ത്രീധനപ്പണം എടുത്ത് ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അതിന്റെ പങ്കു പറ്റാൻ ഒരു നാണവുമില്ലാതെ കയ്യും നീട്ടിക്കൊണ്ട് നിൽക്കുന്നവരാണ് ബാക്കിയുള്ളവരെന്നാണ്. അനുമോൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ട് അക്ബർ രക്ഷപ്പെട്ടു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചോദിച്ചേനെ, ഞാൻ ഉണ്ടാക്കി തന്ന ഭക്ഷണം അല്ലേടാ ഏറ്റവും അധികം നീ ഇവിടെ വെച്ച് വെട്ടി വിഴുങ്ങിയിട്ടുള്ളത്, എന്നിട്ട് എനിക്കിട്ട് പിന്നിൽ നിന്ന് കുത്തിയിട്ടുമില്ലേ?
എന്നിട്ടാണോ ഈ തെമ്മാടിത്തരം എന്റെ മുഖത്ത് നോക്കി പറയുന്നതെന്ന്? എന്തായാലും അനുമോൾ അത് പറഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച ഉറങ്ങാൻ കിടന്ന അനുവിനെ അവിടുന്ന് വിളിച്ചുണർത്തിക്കൊണ്ടുപോയി ദോശയുണ്ടാക്കി നാണമില്ലാത്ത തിന്നിട്ട് പിൻപിൽ നിന്ന് കുത്തി. അവസാനം കയ്യിലിരുന്ന ദോശ അത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത്? അത് കൊടുക്കുവാനും കഴിയുന്നില്ല, കളയാനും പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അത് താനെടുത്ത് വായിൽ വെച്ചു. അതുപോലും തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കടന്നാക്രമിച്ചു. അത്രയ്ക്ക് വൃത്തികെട്ടവനാണ് ഈ അക്ബർ എന്ന് പറയുന്നവൻ. ഈ മഹത് പ്രവർത്തികളെല്ലാം ചെയ്തു വെച്ചതിന് ശേഷമാണ് നാണമില്ലാതെ ഇപ്പോൾ പറയുന്നത്, ഞാൻ ഉണ്ടാക്കി തന്ന ദോശ നാണമില്ലാതെ നീ തിന്നിട്ട് എന്തിനാ എന്നോട് വർത്തമാനം പറയുന്നതെന്ന്. ഇടേ ഉളുപ്പുണ്ടോടെ നിനക്കൊക്കെ? അല്പമെങ്കിലും ചിന്താശേഷി ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ. അല്ല, പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരിതെങ്ങനെ വിലയിരുത്തും എന്നുള്ള ഒരു പ്രാഥമികമായ ചിന്തയെങ്കിലും നിന്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? ഓരോ വ്യക്തികൾക്കും കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, ഓരോരുത്തരുടെയും അവകാശമാണ്. ആ അവകാശങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടവരാണ് ക്യാപ്റ്റന്മാർ, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ. ഇപ്പോൾ 3 ക്യാപ്റ്റന്മാർ വന്നിട്ടുണ്ട്. 3 ക്യാപ്റ്റന്മാരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വലിയ നെറികേട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉണ്ടാക്കി തിന്നും. ആരാണ് ഇവിടെ ചോദിക്കാൻ? നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അത് വേണമെങ്കിൽ തിന്നിട്ട് പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഇവരവിടുത്തെ അധികാരികളും ബാക്കിയുള്ളവർ അവിടുത്തെ അടിമകളും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ചിന്ത എന്നുണ്ടെങ്കിൽ മുൻപ് ഇവർ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പോകരുതായിരുന്നു അടുക്കള വാതുക്കൽ. പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല ആ ബഹളങ്ങളും അടിയുമൊന്നും. ഭക്ഷണം താമസിച്ചപ്പോൾ, ഭക്ഷണത്തിന് ടേസ്റ്റ് കുറഞ്ഞപ്പോൾ, കൃത്യമായ അളവിൽ കിട്ടാതെ വന്നപ്പോഴൊക്കെ അത് ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞാണ് ഇവരൊക്കെ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്ന് എന്തുകൊണ്ടാണ് അടുക്കളയിലുള്ള ആൾക്കാർ അധികാരികളാണ്? അവർക്ക് സൗകര്യമുള്ളത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ തരട്ടെ, നമ്മൾ അടിമകളാണല്ലോ, നമ്മൾ അങ്ങ് മിണ്ടാതെ പോയിരുന്നാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മൗനമായിരിക്കാതിരുന്നത്? അന്ന് നിങ്ങൾ എന്തൊക്കെയായിരുന്നോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ആ പ്രശ്നത്തിന്റെ 100% പോലും ഇന്ന് നിങ്ങൾക്കെതിരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർമ്മ തിരിഞ്ഞടിച്ചതാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പോട്ടെ, തെറ്റ് കണ്ടു, ആ തെറ്റ് ചൂണ്ടിക്കാട്ടി, തെറ്റ് പറ്റിപ്പോയി, അടുത്ത പ്രാവശ്യം നമുക്ക് റെഡിയാക്കാം എന്നെങ്കിലും പറഞ്ഞാൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാകാതിരിക്കും. പക്ഷേ അഹങ്കാരികളായി ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇതിന് മറുപടി പറയാൻ വേണ്ടി വരുന്നത്. അതിനെ എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് വിട്ടുകളയാൻ പറ്റുക? ഷാനവാസും നെവിനും തമ്മിൽ ഭയങ്കര ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എനിക്ക് അങ്ങേയറ്റം ഇറിറ്റേഷൻ തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. പ്രശ്നം പരിഹരിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇതിന് ഇടയ്ക്ക് വന്ന് കയറുകയാണ്. അനീഷ്, മതി, പറഞ്ഞില്ലേ, പറയാനുള്ളതൊക്കെ സംസാരിച്ചു കഴിഞ്ഞില്ലേ, അങ്ങ് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഷാനവാസിനോട് നെവിനോട് ബെഗ് ചെയ്യുന്ന കാഴ്ചയാണ്. അതെന്താണ് അങ്ങനെ സംസാരിക്കുന്നത്? ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? അതോ കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാതിരിക്കുന്നതും ഭക്ഷണ സാധനങ്ങൾ ആവശ്യത്തിന് അവിടെ ഉള്ളപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാതെ 1-2 കാര്യം മാത്രം നിങ്ങൾക്ക് തരികയും ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടല്ലേ നിങ്ങൾ മതി മതി എന്ന് പറയുന്നത്. പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ 2-3 ദിവസം അവിടെ ഭക്ഷണം ആരും ഉണ്ടാക്കി തന്നില്ലെങ്കിലും അനീഷിനെ അത് ബാധിക്കില്ലായിരിക്കും. അനീഷിന് പട്ടിണി കിടക്കാൻ നല്ല താല്പര്യമുള്ള ആളായിരിക്കും. എന്നാൽ മറ്റുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല, അതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് പിടിച്ചു മാറ്റാൻ വേണ്ടി ചെല്ലരുത്. ഇത് ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നമാണ്. മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് എതിർക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരിൽ ഒരു പ്രശ്നം കാണുമ്പോൾ അക്ബറുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ചേർന്ന് ആക്രമണം അവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ ആരുടെയും ഔദാര്യത്തിന് വേണ്ടി വന്നതല്ല. ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അത് ചോദ്യം ചെയ്യുവാൻ ഒരാൾ മുൻപോട്ട് വന്നപ്പോൾ അയാളെ പിൻപിലേക്ക് മാറ്റി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത് ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ന്യായമല്ല. മറ്റൊരു രസകരമായ കാര്യം, ഇയാള് തടസ്സം പിടിക്കാൻ ചെന്നിട്ട് നിർത്ത്, സമാധാനിക്ക്, പോ, പറഞ്ഞു തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് 2 ആൾക്കാരോട് സംസാരിക്കുകയാണ്. പക്ഷേ നെവിന്റെ നേരെ തിരിഞ്ഞ സമയത്തൊക്കെ അയാൾ അനീഷിന്റെ മുഖത്ത് നോക്കി നല്ല ആട്ടാട്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇയാൾ എന്തിനാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ കയറുന്നത്? ഇയാളുടെ പണി നോക്ക്. എന്നിട്ടും മൗനമായിട്ട് നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ തമ്മിലുള്ള വിഷയമല്ല, ആ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണ്, എന്നെയും കൂടെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്? അറ്റ്ലീസ്റ്റ് എന്റെ മുഖത്ത് നോക്കി നീ ആട്ടേണ്ട കാര്യമുണ്ടോ എന്നെങ്കിലും ഒരു മറുപടി ചോദിക്കായിരുന്നു. മുഖമടച്ച ആട്ട് കിട്ടിയിട്ട് മിണ്ടാതെ പോവുകയാണ് അനീഷ്. അനീഷിനെ പോലെയുള്ള 10 ആൾക്കാർ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ ക്യാപ്റ്റന്മാര് നല്ല ഒന്നാന്തരമായിട്ട് ഭരിച്ച് മുടിപ്പിച്ചേനെ, അടുക്കള നന്നായി ഭരിച്ചേനെ. കാരണം ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവരുടെ ഔദാര്യം പറ്റി അവിടെ കിടന്നോണം. പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ വേണമെങ്കിൽ അവരുടെ ഔദാര്യത്തിൽ ഓരോരോ ഔൺസ് ഇടയ്ക്കിടയ്ക്ക് വായിൽ കൊണ്ടുവന്ന് വെച്ചു തരും. ഷാനവാസ് ഇവിടെ സംസാരിക്കുന്നത് വീട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. പക്ഷേ എല്ലാവരും അവിടെയും ഇവിടെയും മാറി ഇത് കണ്ടുകൊണ്ടും മൗനമായിട്ടിരിക്കുകയാണ്. ഇതിനെ കുറ്റകരമായ അനാസ്ഥ എന്ന് മാത്രമേ പറയുകയുള്ളൂ. കാരണം മുഴുവൻ ആൾക്കാർക്കും വേണ്ടി ഒരുത്തൻ ബലിയാടാവുകയാണ്. ഒടുവിൽ പ്രശ്നം രൂക്ഷമായി അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വേണ്ടാത്ത വാക്കുകൾ പുറത്തു വന്നാൽ അത് വീക്കെൻഡ് എപ്പിസോഡിൽ വലിച്ചു കീറാം. പ്രേക്ഷകർക്ക് മുഴുവനും അതെടുത്തിട്ട് അയാളെ കുറ്റക്കാരനാക്കാം.
ഷാനവാസ് തെറി പറഞ്ഞു എന്ന് പറഞ്ഞ് അയാളെ ആക്ഷേപിക്കാം. പക്ഷെ അയാൾ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി അല്ലത് ചെയ്യുന്നത്, മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയാണ്. എന്തൊരു വൃത്തികെട്ട നിലപാടുകളാണ് ഇവിടുത്തെ ആൾക്കാരുടെ. എന്തായാലും ഒരു നല്ല കാര്യം ഷാനവാസിന്റെ വായിലൊന്ന് വീണു. അതോടുകൂടിയാണ് നെവിൻ അടങ്ങിയത്. സംസാരിച്ച് പൊറുതി മുട്ടിയപ്പോൾ ഷാനവാസ് നെവിന്റെ മുഖത്ത് നോക്കി നീ പോടി അവിടുന്ന് പറഞ്ഞു. അയ്യോ, ആ ഒരൊറ്റ വാക്ക് നെവിന്റെ വായടച്ചു കളഞ്ഞു. അടി കൊണ്ടതുപോലെ ആയിപ്പോയി. പിന്നെ പുറത്തേക്കൊന്നും വരുന്നില്ല, അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയി. ഷാനവാസിനോട് ഈ സമയത്ത് ആര്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ അതിന് ഉത്തരം പറയണം. ഇത് പറഞ്ഞിട്ട് ആദ്യത്തെ ചോദ്യം, ആദ്യമായിട്ടാണോ ഈ വീട്ടിൽ ഒറ്റക്കറി മാത്രം കൂട്ടി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ ഷാനവാസ്, അല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും അടുക്കളയിലെ 3 ക്യാപ്റ്റന്മാരും കൂടി കൈകൊട്ടി ചിരിക്കുന്നു, ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ച് ബഹളമുണ്ടാക്കുകയാണ്. അപ്പോൾ ഷാനവാസ് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്, മുൻപും ഇത് ഉണ്ടായിട്ടുണ്ട്. അത് ഭക്ഷണം ഇല്ലാതിരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ടാസ്കുകൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടാതിരുന്ന നേരത്താണ്. അല്ലാതെ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ സാധനങ്ങളുമുണ്ട്, സമയവുമുണ്ട്. എന്നിട്ടും ഭക്ഷണമില്ലാത്ത അവസ്ഥ അത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുണ്ടാക്കി തിന്നുന്നു, നിങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ പൂഴ്ത്തി വെക്കുന്നു. വീട്ടിലുള്ള ബാക്കി പല ആൾക്കാരും പട്ടിണിയുമായിരിക്കുന്നു. അത് സമ്മതിച്ചു തരാൻ പറ്റില്ല, നിന്നെയൊക്കെ തുറന്നു കാട്ടും. സത്യത്തിൽ നെവിനൊക്കെ സംസാരിക്കുന്നത് എത്രമാത്രം വിവരക്കേടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വിളിച്ചു പറയുന്നത്. പൊട്ടിത്തെറിച്ചുകൊണ്ടാ പറയുന്നത്, ഇപ്പൊ സൗകര്യമില്ല, ഞങ്ങൾ തോന്നുമ്പോഴേ ഉണ്ടാക്കി തരുവുള്ളൂ, വേണമെങ്കിൽ തിന്നാൽ മതി. ഇതൊക്കെ പറയാൻ ഇവൻ ആരാന്നേ? ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം തിന്നാൻ വേണ്ടി നാണമില്ലാതെ വന്ന് നിൽക്കുന്നവരാണോ ബാക്കിയുള്ളവർ? ഞാൻ വീണ്ടും പറയുകയാണ്, നെവിനെ പോലെ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള, ഇത്രയും വൃത്തികെട്ട ക്യാരക്ടറിന്റെ ഉടമയായ ഒരു കണ്ടസ്റ്റന്റ് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. യാതൊരു തരത്തിലും സഹജീവികളോട് സ്നേഹമോ കരുണയോ ആത്മാർത്ഥതയോ ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു ഭൂലോക വേസ്റ്റ്, സ്വാർത്ഥതയുടെ ആൾ രൂപമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കണ്ടമാനം പൈസ PR ഏജൻസികൾക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറെ ദിവസമൊക്കെ അതിനകത്ത് പിടിച്ചു നിൽക്കാം. പക്ഷെ എല്ലാ കാലത്തും നിനക്ക് അതിനകത്ത് ഇടം ഉണ്ടാവില്ല. ബിഗ് ബോസിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും വെറുപ്പിക്കുന്നവരാണ്. പക്ഷേ അവരൊക്കെ വെറുപ്പിച്ചൊടുവിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം കണ്ടെത്തി. പലരുടെയും കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അനീഷൊക്കെ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയും വെറുപ്പിക്കുകയുമായിരുന്നു. അയാളെ വെറുപ്പായിരുന്നു ഞങ്ങൾക്ക്, എന്നാൽ വെറുപ്പിച്ച് ഇപ്പോൾ അയാളോട് ഞങ്ങൾക്ക് സ്നേഹമായി. എന്നാൽ ഇവനോട് ഒരു കാരണവശാലും മനുഷ്യന് യാതൊരു തരത്തിലുള്ള സ്നേഹവും ഒരു താല്പര്യവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവനോടുള്ള വെറുപ്പ് ഓരോ ദിവസവും കൂടിയേ വരികയുള്ളൂ. കാരണം സ്നേഹിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഒരു നന്മയും ഇവനിലില്ല. തിന്നുക, ഏത് നേരവും തീറ്റി. മറ്റുള്ളവർ കഴിച്ചോ, മറ്റുള്ളവർ കുടിച്ചോ, അവർക്ക് ഭക്ഷണം വേണ്ടേ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലാതെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ മോഷ്ടിച്ചു തിന്നും എന്ന് ഒരു ഉളുപ്പമില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നാറി. ഇത്രയും നാണമില്ലാത്ത ഒരു നികൃഷ്ട ജന്മം ഭൂമി മലയാളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവനെയൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ സത്യത്തിൽ ഓർക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. അല്ല, കഴിഞ്ഞ ദിവസം അവൻ അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞു, എനിക്ക് ഒരുത്തൻ്റെയും സപ്പോർട്ട് ആവശ്യമില്ല, എനിക്ക് നന്ദിയുള്ളത് പ്രേക്ഷകരോടല്ല എന്നോട് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഊളപ്പരിപാടികളും പോക്കൃത്തരങ്ങളും ഒക്കെ കാണിച്ച് ഞാൻ ഫൈനൽ 5 വരെ എത്തി. ഒടുവിൽ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ജയിച്ചു. ശരിയാണ്, ഇമാതിരി പോക്കൃത്തരങ്ങൾ കാണുമ്പോൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൻ വോട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരോട് അവൻ എന്തിനാണ് നന്ദി പറയുന്നത്? അവൻ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് മുഴുവനും നെഗറ്റീവ് കണ്ടന്റുകളാണ് എന്ന് അവന് തന്നെ നന്നായിട്ട് അറിയാം. ആ നെഗറ്റീവ് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അവൻ വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ക്യാരക്ടറും ഇവനെ പോലെ തന്നെയാണ്. അതുകൊണ്ടല്ലേ ഇത് ഇഷ്ടപ്പെടുകയും അവൻ വോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അവന്റെ ക്യാരക്ടർ ശരിയല്ലെന്നും അവൻ ഇങ്ങനെയുള്ള ആളാണെന്നും അവൻ ഈ കാട്ടിക്കൂട്ടുന്നത് പലതും തെറ്റാണെന്നും പലപ്പോഴും അവൻ അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരാളിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവൻ എന്തിനാണ് നന്ദി പറയുന്നത്? ശരിയല്ലേ അവന്റെ ചോദ്യം? ആരോടും നന്ദി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ അണ്ടനെയും അടകോടനെയും ഒക്കെ ഇത്രയും മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് വെച്ച ബിഗ് ബോസിനെയും ഇതെല്ലാം കണ്ട് സഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെയും സമ്മതിച്ചേ പറ്റൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും വരാം.